ഹായ് ഗായ്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇ സ്പോർട്സിൻ്റെ MK1400 എന്ന് പറയുന്ന ഒരു കീബോർഡാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 549 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് LED ലൈറ്റും ഒക്കെ വരുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇത്ര അഴിച്ചു ഇടപ്പ താഴോട്ടിട്ടേക്കാം. നമുക്ക് കീബോർഡ് മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് കീബോർഡ് എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഡെല്ലിൻ്റെ കീബോർഡ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അതും കാണാൻ നല്ല ഭംഗിയുള്ള കീബോർഡാണ്. അപ്പോൾ ഇതും ഒരു വ്യത്യസ്തമായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കീബോർഡാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കീസൊക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു കീബോർഡ് വാങ്ങുന്നത് കേട്ടോ. സോ ഓക്കെ ഗൈസ്, അപ്പം ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഇത് വരുന്നുണ്ട് കേട്ടോ. മറ്റേ എന്താ അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ, സീപോർട്ടോ അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ഗൈസ് ഇത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫോണിലൊക്കെ കണക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ടാബ്ലറ്റ് വല്ലതും കണക്ട് ചെയ്യാനാണോ എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഒന്നും ഇല്ല. സീപോർട്ട് വരുന്ന ഫോണും എൻ്റെ കയ്യിൽ എന്തായാലും ഇപ്പോൾ ഇരിപ്പില്ല. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. എന്തിനോ എനിക്ക് തന്നതാണ്. ഓക്കെ, അതടിക്കട്ടെ. ബാക്കിയെല്ലാം സാധാരണ ഇതുപോലെ ഇത് വയർഡ് കീബോർഡാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു USB എന്താ പറയുക ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കണക്ട് ചെയ്യാം കമ്പ്യൂട്ടറിൽ. ഓക്കെ, അങ്ങനെ ഞാൻ എന്തായാലും കീബോർഡ് കൊണ്ടുവന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് എൻ്റെ നേരത്തെ ഇരിക്കുന്ന കീബോർഡാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഒരു 2 മാസം ആയതേ ഉള്ളൂ. ഡെല്ലിൻ്റെ കീബോർഡാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ വില വരുന്നതുകൊണ്ടാണ് പുതിയൊരു ട്രൈ എന്ന നിലയിൽ ഈ ഒരു കീബോർഡ് വാങ്ങുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കമ്പ്യൂട്ടറിലൊന്ന് കുത്തി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഓണായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് സെറ്റപ്പ് മാറ്റാൻ പറ്റുമോ, അതോ എനിക്ക് എപ്പോഴും ഈ ലൈറ്റിൽ തന്നെ ഇരിക്കണോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ളത്, കണ്ടില്ലേ? ഇനി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് വട്ടം മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ലൈറ്റ് ഓഫും ഓണും ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് കേട്ടോ. ഇതേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണും ഓഫും ചെയ്യാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, പിന്നെ ഇതിൽ FN കീ ഉണ്ട്. ഓക്കെ, ബാക്കി ഗൈസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കീസൊക്കെ തന്നെയാണ് ഈ ഒരു കീബോർഡിലൊക്കെ, നേരത്തെ ഉണ്ടായിരുന്ന കീബോർഡിലൊക്കെ കാണുന്നതൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. സോ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈറ്റ് വട്ടത്തിൽ തന്നെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മാറ്റത്തില്ല ഇവിടെ ഈ ലൈറ്റ് മാറൂല. ഓക്കെ ഗൈസ്, ലൈറ്റ് മാറത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു കളറിൽ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേ കാലം ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം ഈ കീബോർഡ് കൊള്ളായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് പറയാനുള്ളത്. ഗൈസ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇത് എത്രമാത്രം ഈ ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടു, ഇത് മിന്നി കത്താനായിട്ട് നമുക്ക് ഈ FN പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ചെറിയൊരു ബ്രൈറ്റ്നസ് എന്താ പറയുക, ഒരു സൂര്യൻ്റെ ഐക്കൺ ഉണ്ട്. ആ ഐക്കണെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ തന്നെയാണല്ലോ ഓണും ഓഫും ചെയ്യുന്നത് ഈ ലൈറ്റ്. അതേപോലെ തന്നെ FN പ്രസ് ചെയ്തുകൊണ്ട് ഈ ലൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്ലോ ആയിട്ട് ഫ്ലാഷ് ചെയ്യും. ഇനി എന്തൊക്കെ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇതിനെപ്പറ്റി ഇനി ഞാൻ നോക്കേണ്ടി വരും. എന്തായാലും ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്.